പ്ലാപ്പള്ളിയിൽ വാറ്റ് നിർമ്മാണ കേന്ദ്രം എക്സൈസ് സംഘം തകർത്തു. 305 ലിറ്റർ വാഷ് കാഞ്ഞിരപ്പള്ളി എക്സൈസ് കണ്ടെത്തുകയും ചെയ്തു. ഓണം ലക്ഷ്യമിട്ട് ചാരായം ഉണ്ടാക്കാൻ കൊണ്ടുവന്ന വാഷാണ് പിടികൂടിയത്. പ്ലാപ്പള്ളി ഭാഗത്ത് അവിടെ ഇപ്പൊ ജനങ്ങളുടെ താമസക്കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ചാൻസ് ആണ് അവിടെ സാധനം ഒളിപ്പിച്ച് വെക്കാനും ഒക്കെ ആയിട്ട് പറ്റിയൊരു അന്തരീക്ഷമുള്ള സ്ഥലമാണ്. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ പോയി കിട്ടിയ ഒരു രഹസ്യ അടിസ്ഥാനത്തിൽ അവിടെ ചെന്ന് സംഭവം കണ്ട് എടുത്ത വാഷാണിത്. ഇത് ഏകദേശം 305 ലിറ്ററോളം വാഷുണ്ട്. പിന്നെ ഇതിപ്പം ആരുടെയാണെന്ന് അറിയാൻ പറ്റത്തില്ല, കാരണം അവിടെ ആൾ താമസമില്ല, ഒരു വീട്ടിലും ആൾ താമസമില്ല. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേരുന്നുണ്ട്. നിതിൻ, ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നാണ് പിടികൂടിയതെന്ന് പറയുന്നു. പക്ഷെ എന്നാലും ആ വീടിനൊരു ഉടമയും വാടകയ്ക്ക് കൊടുത്തതിനാണെങ്കിൽ അതിന്റെ വിവരങ്ങളൊക്കെ ഉണ്ടാകില്ലേ? അത് ശേഖരിച്ചോ? ആരാണെന്ന് മനസ്സിലായോ? ആര്യ, ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ജനങ്ങൾ കൂട്ടമായി ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ താമസം കുറവാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഈ വീട് നിലവിൽ ഉള്ള ആളുകളുടെ പേരിൽ തന്നെയാണോ, അവർ തന്നെയാണോ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് കൊടുത്ത വീടാണോ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുവരെ ആരുടെയാണ് ഈ പിടികൂടിയ 305 ലിറ്ററോളം വാഷ് ആരുടെയാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 305 ലിറ്റർ വാഷാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ ഈ വാറ്റ് നിർമ്മാണ കേന്ദ്രം കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം തകർക്കുകയും ചെയ്തു. ഓണം വിപണി ലക്ഷ്യമിട്ട് ചാരായം ഉണ്ടാക്കാനായി സൂക്ഷിച്ചിരുന്ന വാഷാണ് എന്നതാണ് കാഞ്ഞിരപ്പള്ളി എക്സൈസ് സംഘം ഇപ്പോൾ അറിയിക്കുന്നത്. അതുപോലെ തന്നെ ഈ മേഖലകളിലൊക്കെ തന്നെ എക്സൈസ് വലിയ തോതിലുള്ള നിരന്തരമായ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. കാരണം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ താമസം ഇപ്പോൾ ഇവിടെ അധികമില്ല. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറെ നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ മേഖലയിൽ നിരന്തരമായി നിരീക്ഷണം നടത്തി വന്നത്. അതുപോലെ തന്നെ ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് ഈ റേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധന കൂടുതൽ ശക്തമാക്കുമെന്നും കാഞ്ഞിരപ്പള്ളി എക്സൈസ് ഇപ്പോൾ അറിയിക്കുന്നുണ്ട്.